ഇതൊന്നും എന്റെ തങ്കത്തിന്റെ ചുണ്ടേ മുട്ടിച്ചിങ്ങിത്താ, അപ്പൊ ഇവൻ അമൃതാവും. ഹലോ ചാക്കോ? യെസ്. ആ വാസു, അളിയ എന്തായി? വാസുവാ കേർത്തി. ആ അയ്യോ അത് പറ്റില്ല. കുഞ്ഞാപ്പൻ ചേട്ടന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങനെ ആരാ? லுக், பணம் வரலன்னா ஒன்றும் நடக்காது. കേർത്തി, കുറച്ച് ദിവസത്തെ കൂടെ അവധി വേണം. நான் சொல்ல வேண்டியதை சொல்லிட்டேன், அவ்வளவுதான். பெரிய வாஸ்கோ கம்பெனி சொன்ன வார்த்தையை காப்பாற்ற முடியல. അല്ല കേർത്തി, അവിടെ ചില പ്രശ്നങ്ങൾ. பிரச்சனை ஒன்றும் இல்லை. உனக்கு எவ்வளோ பணம் வேணும்னு சொல்லி இங்கே மெட்ராஸ்லேயே வாங்கி தரேன். எவ்வளோ வேணும் சொல்லு. എവ്വളോന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന്. ஓகே, அப்படின்னா நாளை காலையில். ஓகே ഓക്കെ. എങ്കെ പോടുങ്കോ. വാസുവിനോടൊന്ന് ചോദിക്കാതെ. ഓ വാസു, ചാക്കോ മുതലാളി വാസ്കോയിലെ പാർട്ട്ണർ അല്ലേ, ഇട്ടോളൂ. കറക്റ്റാ 15 മുതൽ ചെക്ക് പോടുവേ ഞാൻ. என்ன கோபிலால், டோன்ட் வரி, உங்க செக் எல்லாம் கரெக்டா பாஸ் ஆயிடும். ആന്റി ഐ ആം റെഡി, പോകാം. എങ്ങോട്ടാ മോളെ? ഞാൻ ഡേസിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. ആ എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് അവളെ ഹോസ്റ്റലിലാക്കിയേക്കണം. വരൂ. വാസുവിനെ ഇനി വിളിക്കാൻ സ്ഥലമില്ല. എന്താ? ശ്രീദേവിക്ക് ചെറിയൊരു അസുഖം. പേടിക്കാനൊന്നുമില്ല. ഗർഭമായിട്ടാ ചില സ്ത്രീകൾക്ക് ഉണ്ടാവുമാക്കും ഛർദി. നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. നിക്ക്, ഡോക്ടറുണ്ട് മുറിയില്. ഛർദിച്ച് ക്ഷീണം കൂടിയപ്പോ ചെറിയൊരു ബോധക്കേട്. നമ്മുടെ ഭാഗ്യത്തേക്ക് ഡോക്ടർ രാജലക്ഷ്മിയെ കിടച്ചുട്ടാ. നിൽക്കൂ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്, മയക്കം തെളിയട്ടെ. മിസ്റ്റർ വാസു ഒന്ന് വരൂ.